കോർക്കും മണിമാല. അപ്പം നമ്മളിതേ നമ്മുടെ സ്ഫടികത്തിൻ്റെ ആ ഒരു രംഗം ഉണ്ടല്ലോ, കുഴമ്പൊക്കെ തേച്ച് ആ ഒരു രംഗം നമ്മുടെ സബ്സ്ക്രിപ്ഷനിൽ ആരാധകന് കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ താരം. നമ്മുടെ സബ്സ്ക്രിപ്ഷനിലുള്ളവർക്ക് ഇട്ടുകൊടുത്ത വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ. നിങ്ങളൊന്ന് നോക്കിക്ക് എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്. ഇതിനും സപ്പോർട്ട് ചെയ്യുന്ന ഊളകളെയാണ് ഞാനൊന്ന് ആലോചിച്ച് പോകുന്നത്. സമ്മതിക്കണം അവിടെ നിന്നെയൊക്കെ. ഈ സബ്സ്ക്രിപ്ഷനിൽ പോയി ആരാധകർക്ക് വേണ്ടി ഇട്ട് കൊടുത്തൊരു വീഡിയോ ആണ് ഇത്. ലീക്കായ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കാലല്ല തൊട, കാലെന്ന് പറയാൻ പറ്റത്തില്ല, തൊട. അപ്പം തൊടയിൽ ക്രീം തേച്ചങ്ങോട്ട് മസാജ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ സ്ഫടികത്തിനകത്ത് ലാലേട്ടന് സിൽക്ക് സ്മിത എണ്ണയൊക്കെ തേച്ച് മസാജൊക്കെ ചെയ്ത ആ രംഗമില്ലേ. പക്ഷെ ഇവിടെ തേച്ച് കൊടുക്കാനും ഒന്നും ആരുമില്ല, തനിയെ അങ്ങ് തേക്കാണ് താരം. തൊടയിൽ ഇതൊക്കെ അങ്ങോട്ട് തേച്ചൊഴുക്കി അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ആരാധകർക്ക് വേണ്ടി. ഇത്രയ്ക്കൊക്കെ കഷ്ടപ്പെടുന്ന ഒരു സെലിബ്രിറ്റി തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. കുൽസിതങ്ങൾ ഓരോന്നോരോന്നായിട്ട് ലീക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസം ഒരു ഒതുക്കമുണ്ടായിരുന്നു. എന്താ സംഭവം? ആ ഫേസ്ബുക്ക് ഐ ഡിയൊക്കെ പോയതിന് ശേഷം 100% ഞാൻ ഉറപ്പിച്ച് പറയാം, ഫേസ്ബുക്ക് ഐ ഡി പോയതല്ല, മുക്കിയതാണ്. പകരം ഉണ്ടാക്കിയ ഐ ഡി ഇപ്പോൾ ആക്റ്റീവായിട്ടുണ്ട്. അതായത് രേണുസുതി എന്ന് പറഞ്ഞ പേരിൽ സുധിയുടെ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ട് ഫേസ്ബുക്കിൽ ഒരു ഐ ഡി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഐ ഡി ക്രിയേറ്റ് ചെയ്തത് പഴയ ഐ ഡി പോകുന്നതിന് മുന്നേ തലേ ദിവസം ക്രിയേറ്റ് ചെയ്തതാണ്. അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. രാത്രിയാണ് ഈ ഐ ഡി പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഫോട്ടോസ് ഇട്ടതും പ്രൊഫൈൽ പിക്ചർ മാറ്റിയതും എല്ലാം രാത്രിയാണ്, 8 മണിക്ക് ശേഷം. അപ്പം പിറ്റേ ദിവസം രാവിലെയാണ് ഈ പഴയ ഐ ഡി പോയതായിട്ടൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പം മുന്നേ ഈ പുതിയ ഐ ഡി ക്രിയേറ്റ് ചെയ്തത്, എന്നിട്ട് ഇവർ പറഞ്ഞുണ്ടാക്കിയത് എന്താ, അത് വേറെ ആരോ ക്രിയേറ്റ് ചെയ്തതാണ് അല്ല. പക്ഷെ ഇപ്പോൾ എല്ലാ ദിവസവും ഇൻസ്റ്റയിലിടുന്ന റീൽസുകളെല്ലാം ഈ പുതിയ ഐ ഡിയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഉടായ്പകളായിരുന്നു ചേച്ചിയുടെ. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത ആ കുത്സിതം നമുക്കൊന്ന് കണ്ടാലോ. കാണിക്കാവുന്നതെല്ലാം ചേച്ചി ഇതിനകത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം മേളിക്കൂടെയും താഴെക്കൂടെയും ഒക്കെ ക്യാമറ നല്ല രീതിയിൽ സൂം ചെയ്തൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ കുറഞ്ഞു വരികയായിരുന്നോ. 3000 ഉണ്ടായിരുന്നതിനകത്ത് ഇപ്പം 2354 എന്തോ ആയി. അപ്പം അത്രയും സബ്സ്ക്രിപ്ഷൻ്റെ അളവ് കുറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ ചേച്ചി കുറച്ചൊന്ന് വെള്ളം കുടിക്കും. കാരണം വീട് വാങ്ങണം, പുതിയ SUV കാർ വാങ്ങണം, അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളൊക്കെയാണ്. അപ്പോൾ ആ പ്രതീക്ഷകളെല്ലാം നിൽക്കുന്നത് എവിടെയാണ്? ഈ സബ്സ്ക്രിപ്ഷനിൽ. അപ്പോൾ അതിലെ ആൾക്കാരിങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ എല്ലാ സ്വപ്നങ്ങളും തകിടം മറിയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാധകർക്ക് ആവശ്യമുള്ള രീതിയിലൊക്കെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പബ്ലിക്കായിട്ട് ഇട്ട ഒരു റീൽസ് കാണാം. അതിനകത്ത് അത്യാവശ്യം കുലസ്ത്രീ ചമയാൻ ശ്രമിച്ചിട്ടുണ്ട്. കൊള്ളാം. ആ പൊത്തിപ്പിടിക്കാൻ കാണിച്ച ആ മനസ്സ് നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പാവം കുനിയുമ്പോൾ പൊത്തിപ്പിടിക്കുന്നു, അപ്പുറത്തെ കൈ കൊണ്ട് പൊത്തിപ്പിടിക്കുന്നു, ഇപ്പുറത്തെ കൈ കൊണ്ട് പൊത്തിപ്പിടിക്കുന്നു. ഇതൊക്കെ അരങ്ങേറിയിട്ടുള്ളത് പബ്ലിക്കിലാണ് എന്ന് ഓർക്കണം. ഇനി ഇതേ ഡ്രസ്സിൽ സബ്സ്ക്രിപ്ഷനിൽ അരങ്ങേറിയ ഒരു റീൽസും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. എൻ്റെ പൊന്നോ. അപ്പോൾ അതെ, ആ ഒരു ഡ്രസ്സ് തന്നെയാണ്. മുടിയൊക്കെ കിട്ടാണ് കേട്ടോ. ആദ്യം സബ്സ്ക്രിപ്ഷനിലുള്ളവർക്ക് മുടിയൊക്കെ കിട്ടാണ്. കണ്ടോ, ഇപ്പം പൊത്തലില്ല, പിടിക്കലുമില്ല. അത്യാവശ്യം കാണിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടോ എൻ്റെ ചുണ്ടെല്ലാം പൊട്ടി? അച്ഛോ കണ്ടോടാ, സെലിബ്രിറ്റിയുടെ ചുണ്ടൊക്കെ പൊട്ടി ഗൈസ്. പൊട്ടിയിരിക്കുവാണ്. ഫുഡ് കഴിച്ചില്ല. ഞാനിപ്പോൾ അധികം ഫുഡൊന്നും കഴിക്കും. ഇപ്പോഴെന്നല്ല, ഞാൻ അധികം ഫുഡൊന്നും കഴിക്കാറില്ല. ഇപ്പോഴല്ല, പണ്ടേ ഞാൻ ഫുഡൊന്നും കഴിക്കാറില്ല. കാരണം ആരെയും കൊതിപ്പിക്കുന്ന ശരീര വടുവ് അഴക് പോവൂലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് വരികയാണ് എന്നാണ് നമ്മുടെ ആർട്ടിസ്റ്റ് പറയുന്നത്. എല്ലാം ഇങ്ങനെ മാറ്റി കാണിച്ചു കൊടുക്കുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ അല്ലേ. ഈ ഡ്രസ്സ് ദുബായിലാണ് ആസിൽക്കാമേന്ന് മേടിച്ചതാണ്. ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ്. കൊള്ളാം, സൂപ്പർ. ഓക്കെ,
Then അപ്പം നിങ്ങളെല്ലാവരും ദുബായിൽ നിന്നും റാസൽ കൈമയിൽ നിന്ന് വാങ്ങിച്ച ആ ഡ്രസ്സ് മാത്രമല്ലേ കണ്ടുള്ളൂ, വേറൊന്നും കണ്ടില്ലല്ലോ അല്ലേ? എനിക്ക് പറയാം. ആ, ദേ ഇതാണ് കാണേണ്ടത്. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ തുടക്കം തന്നെ, ചുണ്ട് പൊട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇതൊന്ന് കാണണേ നിങ്ങൾ. ഹായ്. താങ്ക് യു. ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ആലോചിച്ച് സത്യം പറഞ്ഞാൽ ആ കൊല്ലം സുധിയെക്കുറിച്ചിട്ടാണ് കേട്ടോ. അയാൾ എത്ര ഇതായിട്ടാണ് ആ ഒരു സ്റ്റാർ മാജിക്കിൽ വന്നിട്ട് ഭാര്യനെ കുറിച്ചിട്ട് എൻ്റെ ബാബുട്ടൻ എന്നൊരു 1000 തവണയെങ്കിലും ഒറ്റ വായിൽ പറഞ്ഞിട്ടുണ്ടാവും. അത്രയധികം സ്നേഹിച്ച് ആ വാക്കുകളിൽ അറിയാം. ആ മനുഷ്യനെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരാളുടെ വിയോഗം കൊണ്ട് ഈ രീതിയിലൊക്കെ മാറാനായിട്ട് ഒരാൾക്ക് സാധിക്കുമോ? എനിക്കറിയത്തില്ല, അങ്ങനെയൊക്കെ സാധിക്കുമോ? നമ്മൾ ഇത്രയധികം സ്നേഹിച്ച ഒരാൾ മരിച്ചതിന് ശേഷം ഇങ്ങനെ ഈ ശരീരമൊക്കെ ഇതുപോലെ സോഷ്യൽ മീഡിയ പണത്തിന് വേണ്ടിയിട്ടൊക്കെയാണ്, എന്നാലും പണത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ശരീരം പ്രദർശിപ്പിച്ച് ഈ വക അഭ്യാസങ്ങളൊക്കെ കാണിച്ച് ആ ചുണ്ടൊക്കെ വെച്ച് കാണിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ എത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ഈ ഒരു സബ്സ്ക്രിപ്ഷനിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ ആരാധകന്മാരുടെ കുറച്ച് കമൻസ് ഉണ്ട്, അതൊന്ന് കാണേണ്ടതാണ് കേട്ടോ. അപ്പം നമ്മളുടെയൊക്കെ വീഡിയോയുടെ അടിയിൽ തന്നെ ഒരു സത്യം പറയാമല്ലോ, ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ റീൽസൊക്കെ ഇട്ടാലും നമ്മുടെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കണ്ണുകൊള്ളാൻ ചൂണ്ടുകൊള്ളാൻ അങ്ങനെയൊക്കെ പറയുന്ന ഒരു കമൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അത് ഡിലീറ്റ് ചെയ്യും. കാരണം വെച്ചാൽ എനിക്കത് കാണാൻ ഒട്ടും ആഗ്രഹമില്ല. അങ്ങനത്തെ ഒരു കമൻറ്റ് ഒരാളുടെ ഇതിൽ നിന്ന് കേൾക്കാൻ ഒട്ടും ആഗ്രഹമില്ല. അപ്പം ഈ ഒരു കമൻറ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഒരാൾ ചോദിച്ചേക്കുന്നു, അറിയാതെ ബട്ടൺ ഓപ്പൺ ആയാൽ കുഴപ്പമില്ലല്ലോ. ഒരു വീഡിയോക്കകത്ത് കാണിക്കും ഈ ഇടയ്ക്കത്തെ ബട്ടൺസ് ഓപ്പൺ ചെയ്ത് കിടക്കുക. അപ്പോൾ അത് അറിയാതെയാണെങ്കിൽ കുഴപ്പമില്ല, അതാക്കി ചോദിച്ചതാണ്. പിന്നെ വേറൊരുത്തൻ ചോദിച്ചേക്കുന്നത്, കുറച്ചുകൂടെ ഓപ്പൺ ആക്കാൻ, കുറച്ചും കൂടി ഒന്ന് ഓപ്പൺ ആക്കുക, കാരണം പകുതി വരെ കാണിച്ചിട്ടുള്ളൂ, കുറച്ചും കൂടി ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കാനാണ് പറയുന്നത്. ചേച്ചി പവറാക്ക്, ചേച്ചി പവറാക്കി കൊടുക്കാൻ. പിന്നെ സോങ് എന്തെങ്കിലും പാടുമെന്ന് വേറൊരുത്തൻ ചോദിക്കുന്നു. ആ ഒരു ബട്ടൺ കഴിക്കാമോ എന്നാണ് വേറൊരു ആരാധകൻ ചോദിക്കുന്നത്. കഴിക്കാമോ എന്നല്ല, അഴിക്കാമോ എന്നാണ് അക്ഷരപ്പിശക്, നമ്മൾ മനസ്സിലാക്കണം. നല്ല പിന്നെ ഒരുത്തൻ ചോദിച്ചേക്കുന്നു, നല്ല ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോണം. നല്ല മറ്റേ അതിനകത്ത് പറയുന്നല്ലോ, എൻ്റെ ചെറിയ എൻ്റെ വലിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാണ് ഒരു ആരാധകൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറെ കമൻറ്റ്സ്, ഒരു ബട്ടൺ കൂടി തുറന്നിടാൻ ആരാധകൻ പറയാണ്. പിന്നെ വേറെ നാക്കിട്ട്, അയ്യോ നാക്കിട്ട് പറയാൻ പറ്റത്തില്ല, എനിക്കിത് വായിക്കാൻ പറ്റത്തില്ല, അത്ര ബോറാണ്. ഉഫ് ചുണ്ട്, ഒരു ബട്ടൺ തുറക്കാമോ? പിന്നെയും ബട്ടൺ തുറക്കാനാണ് ഇവിടെ ആൾക്കാർക്ക് വെപ്രാളം. എൻ്റെ പൊന്നു മക്കളെ, ഇതൊക്കെ എന്താടേ? അങ്ങനെ നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ്റെ കുൽസിതങ്ങളാണ്, സബ്സ്ക്രിപ്ഷൻ കുൽസിതങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ സബ്സ്ക്രിപ്ഷനിൽ എല്ലാം രഹസ്യമാണെന്നായിരുന്നു ചേച്ചിയുടെ വിചാരം. അപ്പോൾ എല്ലാം രഹസ്യമൊന്നുമല്ല, ഇതുപോലെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പബ്ലിക് ആക്കും. അപ്പോൾ എന്തായാലും കുറച്ച് വീഡിയോസും കുഴമ്പ് തേക്കുന്നതും ഒക്കെ മാത്രമല്ല, ഞാൻ ആലോചിക്കുന്നത് ഈ വീഡിയോസിനെക്കാട്ടിൽ ഇതിനകത്ത് വന്ന കമൻസ് നിങ്ങൾ കണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞ പോലെയൊക്കെ കാണിച്ചു കൊടുക്കുമായിരിക്കും, ബട്ടൺ സൈസ് മറ്റൊക്കെ കാണിച്ചു കൊടുക്കുമായിരിക്കും. എന്തോ ചീഞ്ഞ കേസ്. അപ്പോൾ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇതുപോലെ ചീഞ്ഞ കമൻസുകളും ഇതുപോലെ വൃത്തികേടുകളൊക്കെ കാണിച്ച് ഉണ്ടാക്കുന്ന കാശിന് ജീവിക്കുന്നതിലും ഭേദം. പിന്നെ നിങ്ങൾ എന്താണ് വിചാരിച്ചത്? ഈ സബ്സ്ക്രിപ്ഷനിൽ കയറിയാൽ വെറുതെ ഓരോരുത്തർ കാശടച്ച് വെറുതെ നമ്മളിടുന്ന റീൽസ് അപ്ലോഡ് ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങ് പോകും എന്നാണോ? ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ പബ്ലിക്കായിട്ടുള്ള റീൽസുകളുണ്ട്. പക്ഷേ സബ്സ്ക്രിപ്ഷനിൽ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ സീക്രട്ടും കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെയാണ്, കുറച്ചൊക്കെ എക്സ്പോസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അവർ പറയുന്ന കമൻറ്റ്സ് ഇമാതിരിയുള്ള ചീഞ്ഞ വർത്തമാനത്തിനും റിപ്ലൈ കൊടുക്കണം. ഈ ചീഞ്ഞ വർത്തമാനങ്ങൾക്ക് ചിലപ്പോൾ കാണിച്ച് വരെ കൊടുക്കേണ്ടി വരും. കാരണം എന്താ? അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷനിൽ നടക്കുന്ന ഇമാതിരി അഴിഞ്ഞാട്ടങ്ങളാണ്. അപ്പോൾ ഇത്രയധികം വൃത്തികേടുകളാണ് ചാറ്റിൽ ചെന്ന് ചോദിക്കുന്നത്. വെറുതെ ഒന്നും അല്ലല്ലോ, പൈസ കൊടുത്തിട്ടല്ലേ. സത്യം പറഞ്ഞാൽ ഇതിന് ഈ ഒരു ഏർപ്പാടിനെ പണ്ട് നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു പേരൊക്കെ ഉണ്ട്. പക്ഷെ ഇതിപ്പം സബ്സ്ക്രിപ്ഷനിലും സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരിക്കും, എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ.
അപ്പം എന്തായാലും ഇവളെ പോലെ ഉള്ളവരാണല്ലോ ആൾക്കാർ തലയെ വെച്ച് നടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഇമ്മാതിരി തോന്നിവാസങ്ങളൊക്കെ സബ്സ്ക്രിപ്ഷനിൽ പോയി കാണിച്ചിട്ട് എന്തൊരു അന്തസ്സാണ് പുറത്ത് കാണിക്കാനായിട്ട്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലോ എൻ്റെ പൊന്നോ എവിടുന്നൊക്കെയാണ് തെറിവിളി, ചീത്തവിളി, പിന്നെ നമ്മുടെ വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്യുക, അങ്ങോട്ട് ആ മോളെ മറ്റേ മോളെ എന്നൊക്കെ വിളിച്ചിട്ട് അത്രയ്ക്കും ആൾക്കാരെ ഏർപ്പാട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്ത്രീ ഇത്രയ്ക്കും തരം താണ് പോയി. 2 ആൺമക്കളുള്ള സ്ത്രീയാണ്. അതുപോലും ആലോചിക്കാതെ എന്തായാലും കിച്ചു ഇവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഏറ്റവും വലിയ കാര്യമാണ്. ഒരു കാരണവശാലും എൻ്റെ പൊന്നു മോനെ കിച്ചു ഇവരുടെ അടുത്തേക്ക് നീ പോവുകയേ ചെയ്യരുത്. ഈ വാഴ്ത്തി പാടുന്നവരൊക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവാം, കണ്ടിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഈ ഒരു രീതികളൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലോ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോസുകൾ, ലീക്കായ വീഡിയോസുകളും ചാറ്റുകളും ഉണ്ട്. നേരത്തെ പറഞ്ഞു, അയ്യോ എനിക്ക് ഈ ചാറ്റിനെ കുറിച്ച് ഓർമ്മയില്ല, എനിക്ക് ഈ ചാറ്റേ അറിയില്ല, ഇനി AI ആണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് AIയുടെ മണ്ടയ്ക്കൊക്കെ കൊണ്ട് വെച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയണമെങ്കിലും കുറച്ച് ഉളുപ്പൊക്കെ വേണം. തീരെയും ഉളുപ്പില്ലാത്ത ഇനമാണെന്ന് 100 വട്ടം തെളിയിച്ചു കഴിഞ്ഞു. അപ്പം ഈ വാഴ്ത്തിപ്പാടുന്നവർ ഇരുത്തി ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും ഈ വീഡിയോസൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.